തലമുറകളായിട്ട് ഇങ്ങനെ ഒരു നാടകം അതിൻ്റെ കഥയിൽ ഒന്നും യാതൊരു മാറ്റവുമില്ല. വർഷങ്ങളായി അവതരിപ്പിക്കുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ അതിൻ്റെ അവതരണ രീതിയിൽ മാത്രം അല്ലെങ്കിൽ സാങ്കേതികമായി വരുന്ന പുതിയ കാര്യങ്ങളിൽ മാത്രമുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് ഈ തലമുറകളെ നിങ്ങൾക്ക് ഇങ്ങനെ രസിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്? അത് ആ കലാനിലയം എന്ന് പറയുന്ന 11 അക്ഷരത്തിൻ്റെ ഒരു മാജിക്കാണ്. കാരണം വർഷങ്ങളായിട്ട് ഏകദേശം എൻ്റെ അച്ഛൻ കലാനിലയം കൃഷ്ണൻ നായർ 90 വർഷത്തോളമായി ഈ നാടക പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട്. അതിൽ 1963 മലയാള നാടകവേദിയിൽ ഒരു മാറ്റം എന്ന് പറയുന്ന രീതിയിൽ സ്ഥിരം നാടകവേദി വന്നത്. അതിനു മുമ്പ് പ്രൊഫഷണൽ നാടകങ്ങളായിരുന്നു. നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയുള്ള അമ്പലപ്പറമ്പുകളിലും മറ്റേ ഹോളുകളും, അന്ന് അമ്പലപ്പറമ്പിനേക്കാളും കൂടുതൽ ഹോളുകളിലായിരുന്നു നാടകങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. അത്തരം നാടകങ്ങളായിരുന്നു അത്. പക്ഷേ അന്നും പ്രൊഫഷണൽ നാടകങ്ങളിൽ വ്യത്യസ്തമായ നാടകങ്ങളായിരുന്നു കലാനിലയം അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളും. മറ്റുള്ള സമിതികളും മറ്റുള്ള നാടകം എടുത്തിട്ട് സോഷ്യൽ നാടകങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ കലാനിലയം എപ്പോഴും ചരിത്ര നാടകങ്ങളും പുരാണ നാടകങ്ങളുമാണ് കൂടുതൽ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ ഈ ആശയം വരുന്നത്. അന്ന് എല്ലാവരും പറഞ്ഞു ഭ്രാന്തൻ ആശയം എന്ന് പറഞ്ഞു. കാരണം ഒരു നാടകം ഒരേ സ്ഥലത്ത് മാസങ്ങളോളം കളിക്കുക, 150 ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുക, അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് എല്ലാവരും പറഞ്ഞു. ഈവൻ എൻ്റെ അമ്മ പോലെ, എൻ്റെ അമ്മയും അതിനകത്ത് അഭിനയിക്കുകയാണ്. കൊടുങ്ങല്ലൂർ അമ്മണിയമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. അമ്മയും നാടകത്തിൽ അഭിനയിച്ചിരുന്നു. അപ്പം അമ്മയോടും പറഞ്ഞു എല്ലാവരും കൃഷ്ണനായരോട് പറയണം, ഇത് ഭ്രാന്തം കളിയാണ്, ആരും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എല്ലാവരുടെയും ധാരണകളെയും മാറ്റി മറിച്ചുകൊണ്ടാണ് 1963 പുത്തരിക്കണ്ടം മൈതാനത്ത്, തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് കുരുക്ഷേത്രം ഓപ്പറ അരങ്ങേറിയത്. അന്ന് വരെയുള്ള മലയാളം നാടകവേദിയിൽ ഒരു അത്ഭുതമായിരുന്നു. അതാണ് പിന്നീട് നടന്നുകൊണ്ട് പല പല നാടകങ്ങൾ, കായംകുളം കൊച്ചുണ്ണി, കടമറ്റത്ത് കത്തനാര്, രക്തരക്ഷസ്, പിന്നെ ലാസ്റ്റൊക്കെയാണ് വന്നത്. അതിന് മുമ്പ് ശ്രീ ഗുരുവായൂരപ്പൻ, ദശാവതാരം, ജീസസ് ക്രൈസ്റ്റ്, അലാവുദ്ദീൻ അൽബോർക്ക്, അങ്ങനെ വന്ന് അതിൻ്റെ കലാനിലയത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യം മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന 2 നാടകങ്ങളാണ് രക്തരക്ഷസും കടമറ്റത്ത് കത്തനാര്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.